എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മൊഡ്യൂൾ ഹെയർ കളറിംഗിലെ ഡിഫറെന്റ് ടെക്നിക്സ് പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഫ്രോസ്റ്റിംഗ് കലയിൽ പ്രാവീണ്യം നേടുന്നതിലും ആഫ്റ്റർ കെയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സെക്ഷന്റെ അവസാനത്തോടെ ഈ പറയുന്ന സ്കിൽസ് ഒക്കെ നിങ്ങൾ ഗെയിൻ ചെയ്യും. ഫ്രോസ്റ്റിംഗ് പ്രൊസീജിയർ സക്സസ്ഫുള്ളി ക്യാരി ഔട്ട് ചെയ്യുക. ആഫ്റ്റർ ഹെയർ കളർ ഫ്രോസ്റ്റിംഗ് കെയറിന്റെ ആവശ്യമായ സ്റ്റെപ്സും ടെക്നിക്സും മനസ്സിലാക്കുക. ഫ്രോസ്റ്റിംഗിന്റെ പ്രൊസീജിയറിനും ആഫ്റ്റർ കെയറിനും ആവശ്യമായ മെറ്റീരിയൽസും ടൂൾസും ശേഖരിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനായി ആവശ്യമായ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്: ടൈമർ 1, മിക്സിംഗ് ബൗൾ ഒരെണ്ണം, മെഷറിംഗ് സ്പൂൺ 1, മെഷറിംഗ് സ്കെയിൽ 1, സ്പ്രേ ബോട്ടിൽ 1, ടിൻറ്റ് ബ്രഷസ് 1, പിൻ ടെയിൽ ചീർപ്പ് 1, ഫ്രോസ്റ്റിംഗ് ക്യാപ്പ് 1, ക്രോഷേ ഹൂക്ക് അല്ലെങ്കിൽ ഹെയർ പുള്ളിംഗ് ടൂൾ 1, സെറ്റിംഗ് ക്ലിപ്പ് 1. മെറ്റീരിയൽസ്: നെക്ക് ക്യാപ്പ് 1, നെക്ക് സ്ട്രിപ്പ് 1, ടവൽ 1, മൈൽഡ് ഷാംപൂ ഒരെണ്ണം, കണ്ടീഷണർ ഒരെണ്ണം, സെലക്ട് ചെയ്ത ഹെയർ കളർ 1, പെറോക്സൈഡ് അല്ലെങ്കിൽ ഡെവലപ്പർ 1, പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് 1, കോട്ടൺ 1, പ്രൊട്ടക്റ്റീവ് ക്രീം 1, ഫോയിൽ പേപ്പർ 1. ഫ്രോസ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലയന്റിനെ കംഫർട്ടബിളായി ഇരുത്തി ഡ്രേപ്പ് ചെയ്യുക. റെഡ്നെസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഏതെങ്കിലും ലക്ഷണം ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റിന്റെ ഫലങ്ങൾ നോക്കി പരിശോധിക്കുക. സ്കിൻ ക്ലിയർ ആണെങ്കിൽ മാത്രം തുടരുക. മുടി ഷാംപൂ ചെയ്യുക. ആവശ്യമെങ്കിൽ മുൻകരുതൽ നൽകുക. ഷാംപൂ ചെയ്യുമ്പോൾ തലയോട്ടിയിലെ പാടുകൾ ഒഴിവാക്കുക. പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ധരിക്കുക. ഇനി നമുക്ക് ക്യാപ്പ് ടെക്നിക് ഉപയോഗിച്ച് ഫ്രോസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യാം. ഹൈലൈറ്റുകൾ ചേർക്കുന്നതിനോ മുടിയുടെ പ്രത്യേക ഭാഗങ്ങൾ ലൈറ്റാക്കുന്നതിനോ ഉള്ള ഒരു ക്ലാസിക് എഫക്റ്റീവ് രീതിയാണ് ക്യാപ്പ് ടെക്നിക്. സ്റ്റെപ്സ് ഇങ്ങനെയാണ്. ക്യാപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ ക്ലയന്റിന്റെ തലയിൽ റബ്ബറോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിച്ച ഒരു തൊപ്പി വയ്ക്കുക. തൊപ്പി നന്നായി ഫിറ്റ് ആവുകയും തല മുഴുവൻ മൂടുകയും വേണം. തൊപ്പി സെക്യൂർ ചെയ്യുക. തൊപ്പി സെക്യൂർ ചെയ്യാൻ ക്ലിപ്പുകളോ ഇലാസ്റ്റിക് ബാൻഡുകളോ ഉപയോഗിക്കുക. ഒരു ക്രോഷേ ഹൂക്ക് അല്ലെങ്കിൽ മുടി വലിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് തൊപ്പിയുടെ ദ്വാരങ്ങളിലൂടെ മുടിയുടെ ഇഴകൾ പതുക്കെ പുറത്തെടുക്കുക. ഹെയർ സ്ട്രാൻഡ്സിന്റെ എണ്ണം ഹൈലൈറ്റുകളുടെ ഇന്റൻസിറ്റി നിർണ്ണയിക്കും. ആവശ്യമുള്ള മുടിയിഴകൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ ബ്ലീച്ചിംഗ് ഏജന്റ് അപ്ലൈ ചെയ്യുക. മുടി ലൈറ്റ് ആവുന്നത് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. പ്രോസസ്സിംഗ് ടൈം മുടിയുടെ സ്റ്റാർട്ടിംഗ് കളറും ലിഫ്റ്റിന് ആവശ്യമുള്ള ലെവലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആവശ്യമുള്ള ലൈറ്റിംഗ് കളർ നേടിയ ശേഷം ലൈറ്റിംഗ് ഏജന്റ് നീക്കം ചെയ്യുന്നതിനായി മുടി നന്നായി കഴുകുക. പ്രൊഡക്റ്റിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആവശ്യമുള്ള ഡെവലപ്പർ ഉപയോഗിക്കുക.
ആവശ്യമുള്ള ലൈറ്റിംഗ് കളർ നേടിയ ശേഷം ലൈറ്റിംഗ് ഏജന്റ് നീക്കം ചെയ്യുന്നതിനായി മുടി നന്നായി കഴുകുക. മുടി വൃത്തിയാക്കാനും ശേഷിക്കുന്ന കെമിക്കൽസ് റിമൂവ് ചെയ്യാനും ഷാംപൂ ചെയ്യുക. മോയ്സ്ചർ റിക്കവർ ചെയ്യാനും നിറം സംരക്ഷിക്കാനും മുടിയിൽ നറിഷിംഗ് ആയ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. മുടി ഇഷ്ടാനുസരണം സ്റ്റൈൽ ചെയ്യുക. മനോഹരമായ ഹൈലൈറ്റുകളോ പാർഷ്യൽ ലൈറ്റിംഗ് എഫക്റ്റുകളോ ഉണ്ടാക്കുന്നതിനായി ഒരു ഫ്ലെക്സിബിൾ വേ ക്യാപ് ടെക്നിക് ഓഫർ ചെയ്യുന്നു. പ്രാക്ടീസ് ആൻഡ് സ്കിൽ ഉപയോഗിച്ച് ഈ ടൈം ടെസ്റ്റഡ് രീതി ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലയന്റുകൾക്ക് അതിമനോഹരമായ റിസൾട്ട്സ് നേടാൻ കഴിയും. പ്രോസസ് മുഴുവനായും മുടിയുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും എപ്പോഴും മുൻഗണന നൽകാനും നിങ്ങളുടെ ക്ലയന്റുകൾക്ക് അവരുടെ പുതിയ രൂപം നിലനിർത്താൻ ആവശ്യമായ ആഫ്റ്റർ കെയർ നിർദ്ദേശങ്ങൾ നൽകാനും ഓർക്കുക. കളറിംഗിനു ശേഷം കൂടുതൽ ശ്രദ്ധയോടെ നിറം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മുടി കളർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യൂട്ടിക്കൽ ലെയർ തുറക്കുന്നു. ഇത് മുടിയുടെ ഷാഫ്റ്റിലേക്ക് നിറം ഇറങ്ങുന്നതിനും എളുപ്പമാക്കുന്നു. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങളുടെ മുടി കഴുകുമ്പോൾ ക്യൂട്ടിക്കൽ ലെയർ ഇപ്പോഴും തുറന്നിരിക്കാം. അത് നിങ്ങളുടെ കളർ കഴുകിക്കളയും. ക്യൂട്ടിക്കൽ ലെയർ പൂർണ്ണമായും അടയ്ക്കുന്നതിന് 3 ദിവസം വരെ എടുക്കും. അതിനാൽ മുടി കളർ ചെയ്തതിനു ശേഷം മുടി ഷാംപൂ ചെയ്യാൻ നിങ്ങൾ എത്ര സമയം കാത്തിരിക്കുന്നുവോ അത്രയും സമയം കളർ പിഗ്മെന്റ് മുടിയുടെ ഔട്ടർ ലെയറിൽ കുതിർക്കേണ്ടി വരും. ഇത് സലൂൺ പോകുന്നതിനിടയിൽ നിങ്ങളുടെ നിറം കൂടുതൽ നേരം നിലനിൽക്കാൻ സഹായിക്കും. സൾഫേറ്റ് ഫ്രീ ഷാംപൂയും കണ്ടീഷണറും ഉപയോഗിക്കുക. സോഡിയം ലോറേറ്റ് സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലോറേറ്റ് ഈതർ സൾഫേറ്റ് എന്ന് പറയുന്നത് പല പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്ന ഒരു തരം ആനിയോണിക് ഡിറ്റർജന്റ് ആണ്. നിങ്ങളുടെ ഷാംപൂകൾക്കും കണ്ടീഷണറുകൾക്കും ഒരു ഫോം അല്ലെങ്കിൽ പത ഉണ്ടാക്കാൻ സഹായിക്കുന്നതിന് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നു. സൾഫേറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ മുടിയുടെ നാച്ചുറൽ ഓയിലുകളും മോയ്സ്ചറും നീക്കം ചെയ്യാനുള്ള അപകട സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനോഹരമായ മുടിയുടെ നാച്ചുറൽ കളർ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. എല്ലാത്തരം മുടികൾക്കും സൾഫേറ്റ് ഫ്രീ ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ഫ്രിസിയോ, കേളിയോ, സ്ട്രെയിറ്റോ, തിന്നോ ആയ മുടിയാണെങ്കിലും എല്ലാവർക്കും അനുയോജ്യമായ ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ കണ്ടീഷണറിൽ ഡൈ ചേർക്കുക. പിങ്ക്, പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിളക്കമാർന്ന ലുക്ക് ലഭിക്കണമെങ്കിൽ മുടി കഴുകുമ്പോൾ കണ്ടീഷണറിൽ അല്പം ഡൈ ചേർക്കാൻ ശ്രമിക്കുക. മുടിയുടെ റൂട്ടുകൾ വളരുന്നതുവരെ മുടി പുതുമയുള്ളതായി നിലനിർത്തുന്നതിന് നിങ്ങൾ കഴുകുമ്പോഴെല്ലാം ഡൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷാംപൂ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഹോട്ട് ഷവർ ചിലർക്ക് അത്ഭുതമായി തോന്നുമെങ്കിലും നിങ്ങളുടെ മുടിയുടെ നിറത്തിന് അത്ര നല്ലതല്ല. ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുമ്പോഴും ഷാംപൂ ചെയ്യുമ്പോഴും കണ്ടീഷൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ മുടിയുടെ ഔട്ടർ സ്കിൻ തുറക്കപ്പെടും. നിങ്ങളുടെ നിറമെല്ലാം നഷ്ടപ്പെടുന്നത് തടയാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഷാംപൂ ചെയ്യാൻ ശ്രമിക്കുക. തുടർന്ന് കണ്ടീഷനിങ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക. ചൂടുവെള്ളം ഷാംപൂവും കണ്ടീഷണറും തുളച്ചു കയറാനും വൃത്തിയാക്കാനും അനുവദിക്കും. തണുത്ത വെള്ളം നിങ്ങളുടെ കണ്ടീഷണറിൽ നിന്നുള്ള മോയ്സ്ചർ തടയാൻ സഹായിക്കും. അതേസമയം മുടിയുടെ ക്യൂട്ടിക്കൾ അടച്ച് നിറം മങ്ങുന്നത് തടയും. മുടി കുറച്ചു തവണ കഴുകുക. മുടിയുടെ നിറം കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ ദിവസവും മുടി കഴുകുന്നത് ഒഴിവാക്കുക. ദിവസവും മുടി കഴുകുന്നതിലൂടെ നിങ്ങളുടെ മുടിയുടെ നിറം പുതുമയുള്ളതാക്കുന്ന നാച്ചുറൽ ഓയിൽസ് കഴുകുക മാത്രമല്ല, ഓരോ തവണ മുടി കഴുകുമ്പോഴും അല്പം ഹെയർ ഡൈ കഴുകി പോവുകയും ചെയ്യുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും മുടി കഴുകാൻ ശ്രമിക്കുക. അത് ഭംഗിയുള്ളതായി പരിപാലിക്കാനും ശ്രമിക്കുക. അവധി ദിവസങ്ങളിൽ ഡ്രൈ ഷാംപൂ ഉപയോഗിക്കുക. നിങ്ങൾ മുടി കഴുകാത്ത ദിവസങ്ങളിൽ കളർ സേഫ് ഡ്രൈ ഷാംപൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഡ്രൈ ഷാംപൂകൾക്ക് നിങ്ങളുടെ മുടി റിഫ്രഷ് ആക്കാനും കഴുകാതെ തന്നെ ബ്ലോ ഔട്ട് പോലെയുള്ള രൂപം നൽകാനും കഴിയും. അവ എക്സ്ട്രാ ഓയിൽ അബ്സോർബ് ചെയ്യുകയും വോള്യൂം ചേർക്കുകയും നിങ്ങളുടെ മുടി ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ് ആക്കുകയും ചെയ്യുന്നു. കൂടാതെ സലോൺ സന്ദർശിക്കാതെ തന്നെ സലോൺ പോലെയുള്ള ഒരു ലുക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനും നറിഷ് ചെയ്യാനും നിങ്ങൾക്ക് കളേർഡ് ടിന്റഡ് ഡ്രൈ ഷാംപൂ ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. ഈ ലളിതമായ ആഫ്റ്റർ കളറിംഗ് കെയർ ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടിയുടെ നിറത്തിന്റെ തിളക്കവും ഡ്യൂറേഷനും നിലനിർത്താൻ സഹായിക്കും. ഇത് ഒരുപാട് ദിവസത്തേക്ക് ഭംഗിയും ഫ്രഷ്നെസ്സും ഉറപ്പാക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ ഫ്രോസ്റ്റിംഗിന്റെ പ്രൊസീജിയറും ആഫ്റ്റർ ഹെയർ കളർ ഫ്രോസ്റ്റിംഗ് കെയറിന് ആവശ്യമായ സ്റ്റെപ്സും കണ്ടു. ഈ സെക്ഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പാർട്ടിസിപ്പേഷനും നന്ദി. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.